നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂർ കേച്ചേരിയിൽ KSRTC ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് അപകടം. 15 പേർക്ക് പരിക്കേറ്റു. രാവിലെ 9ഓടെയാണ് അപകടം. അപകടത്തെ തുടർന്ന് കേച്ചേരിയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. കോലവും സ്വർണ്ണ താലികളും കവർന്നു. 5 ഭണ്ഡാരങ്ങൾ തകർത്തു. ലക്ഷങ്ങളുടെ നഷ്ടം. ക്ഷേത്രത്തിലെ CCTVയുടെ DVR അടക്കം കവരുകയും ചെയ്തു. തൃശൂരിൽ മഴ തുടരുകയാണ്. ശക്തമായ മഴയിൽ നഗരത്തിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. ഇന്നലെ നഗരത്തിലെ അശ്വിനി ആശുപത്രിയിലും പുറകുവശത്തെ വീടുകളിലും വെള്ളം കയറി. റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ തൃശൂർ കോർപ്പറേഷന് മുൻപിൽ പ്രതിഷേധിച്ചു. കുളവാഴയുമായി എത്തിയായിരുന്നു പ്രതിഷേധം. കോർപ്പറേഷന് മുന്നിൽ വെച്ച് കൗൺസിലർമാരെ പോലീസ് തടഞ്ഞു. മഴക്കെടുതിയിൽ കൊടുങ്ങല്ലൂർ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. അശാസ്ത്രീയമായ കാന നിർമ്മാണവും വെള്ളക്കെട്ടിന് കാരണമായി. ഇടിമിന്നലിൽ വീട്ടിലെ സ്വിച്ച് ബോർഡുകളും പൊട്ടിത്തെറിച്ചു. കോതപ്പറമ്പിൽ മഴയിൽ വഴി ഇടിഞ്ഞു താഴ്ന്നു. ചാലക്കുടി നഗരസഭ ഉടമസ്ഥതയിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൻ കവർച്ച. സ്റ്റേഡിയം കോമ്പൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റി സ്റ്റേഷനിലെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കോപ്പർ വാൽവുകൾ അടക്കമുള്ള സാമഗ്രികളാണ് നഷ്ടമായിട്ടുള്ളത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് പരീക്ഷാകാലം. കൊടുങ്ങല്ലൂർ മേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധനയിൽ പകുതിയിലേറെ ബസ്സുകളും പരാജയപ്പെട്ടു. തോറ്റവർക്ക് അടുത്ത ദിവസങ്ങളിലെത്തി ഫിറ്റ്നസ് പരീക്ഷ പാസ്സാകാം. കേരളത്തിൽ ആനകളുടെ കണക്കെടുപ്പ് തുടങ്ങി. വിവിധ ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ധാരണ പ്രകാരമാണ് ആന എണ്ണൽ. ഈ മാസം 25 വരെയാണ് സർവേ. അന്നമനട പഞ്ചായത്തിലെ ആലത്തൂർ കോളനി റോഡ് സഞ്ചാരയോഗ്യമാക്കാത്ത വാർഡ് മെമ്പർക്കെതിരെ CPI ആലത്തൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. CPI സെക്രട്ടേറിയറ്റ് മെമ്പർ ഇന്ദിര ദിവാകരൻ സമരം ഉദ്ഘാടനം ചെയ്തു. NH66 വിവിധയിടങ്ങളിലായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജനങ്ങളുടെ സഞ്ചാരപാതം തടഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്ന നടപടികൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സോടെ സമാപിക്കുന്നു. നമസ്കാരം.